choice is you. So don't you worry your pretty little mind. People throw the life makes love look hard. ഹലോ, അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ള ഒരു വ്ളോഗാണ്. എനിക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിന്, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ. അപ്പം അതെല്ലാം പാടെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഞാൻ രാവിലെ തന്നെ നെയ്ച്ചിട്ട് മോർണിംഗ് റൂട്ടീനും പിന്നെ പ്രയറും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മുകൾക്ക് വന്നിട്ട് എനിക്കൊരു ഫ്രെയിം പാക്ക് ചെയ്തിട്ട് ഒരു ഷോപ്പിൽ ഏൽപ്പിക്കാണ്ടായിനി. അപ്പം അതിനുള്ള പരിപാടി ആയിട്ട് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതിൽ ഒരു മിനി ഫ്രെയിമും പിന്നെ ഒരു A5 സൈസിലുള്ള ഫ്രെയിമാണുള്ളത്. രണ്ടും ഒരാൾക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ രണ്ടും ഒരു ഇതിൽ തന്നെ വെച്ചിട്ടാണ് കവർ ചെയ്യണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ബാഗ് എടുത്ത് കൊടുത്തിട്ട് അതിൽ കുറച്ച് വേണ്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തതൊക്കെ ഒഴിവാക്കിയിട്ട് വേണ്ടിയത് മാത്രം അതിക്ക് വെക്കാന്ന് കരുതിയിട്ട് അങ്ങനെ എല്ലാം ശരിയാക്കി വെക്കാണ്. ഫസ്റ്റത്തെ ഒരു ഇതിൽ ഞാൻ എൻ്റെ ID കാർഡ് ATM കാർഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് അതിൽ വെച്ചത്. പിന്നെ ഈ ഒരു ബോക്സിൽ ഞാൻ ചില്ലറ പൈസ ഒന്നും ഇടില്ല, അത് നമ്മൾ നടക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ നോട്ട് മാത്രമേ അതിൽ വെക്കലുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്ക്, പിന്നെ അത് ആദൂൻ്റെ ഗ്ലാസ്സാണ്. എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ ഫോട്ടോ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അത് എപ്പോഴും അങ്ങനെ അതിൽ തന്നെ വെക്കലായിട്ട് ചെയ്യല്. അതിൻ്റെ ശേഷം ഞാൻ നേരെ താഴത്തേക്ക് പോയിട്ട് എനിക്ക് കുറച്ചല്ല അധികവും മടക്കി വെക്കാണ്ട്. അതായത് അൽമാരയിലൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടത്തിന്, അതൊക്കെ ഞാനിപ്പോൾ ബെഡൊക്കെ എടുത്ത് വെച്ചിട്ട് ശരിക്കും മടക്കി വെക്കുക ചെയ്യണത്. പിന്നെ ഓരോ തിരക്കിലും എല്ലാം ഇട്ടുകാണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സ് തിരഞ്ഞു നോക്കുമ്പോഴൊക്കെ ആകെ കുത്തി മറിച്ചിട്ടാട്ടോ നോക്കലൊക്കെ. അപ്പം അതൊക്കെ അങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ പോയിട്ട് അടിച്ചോരാണ്. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ലഡു കപ്പ് കേക്ക് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, ഞാനൊരു കപ്പ് കേക്ക് എടുത്തിട്ട് അങ്ങനെ കഴിക്കാട്ടോ ചെയ്യണത്. പിന്നെ ഞാനൊരു ഡ്രീം കേക്ക് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അത് അതിന് കുറച്ചെടുത്തിട്ട് ചെറിയൊരു ഗ്ലാസ്സൊക്കെ ആക്കിയിട്ട് ടേബിളിൽ വന്നിട്ട് കഴിക്കാണ്. ബാക്കിയുള്ളത് പിന്നെ ആദൂനും പിന്നെ അഫൂനൊക്കെ ആയിട്ട്, അതായത് അഫു എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനാണ് കേട്ടോ, ഓനക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് കുറച്ച് ഞാനും കൊടുത്തിട്ട് അങ്ങനെ കഴിക്കാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഓർഡറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് പൈസ തരാനുള്ളതും വർക്ക് ചെയ്യാനുള്ളതൊക്കെ അങ്ങനത്തെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിനി. അപ്പം അതൊക്കെ എന്താന്ന് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ നേരമായപ്പോൾ അങ്ങനെ പോയി ഫുഡ് കഴിക്കാനും. എൻ്റെ ഇടയിൽ കൂടെ ആദ്യം വരുന്നുണ്ടോ എന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നേരമൊക്കെ ഉറങ്ങി നീച്ചാരെയാണ് ഞാൻ പിന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ. ഞാനും എൻ്റെ അനിയത്തിയും പാടെയാണ് പോണത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ ഫസ്റ്റ് ഓട്ടോറിക്ഷയ്ക്ക് വന്നിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെയാണ് ബസ്സിൽ കയറാൻ നിൽക്കണത്. അങ്ങനെ ബസ്സിലൊക്കെ കയറി ഞങ്ങൾക്ക് ആദ്യം ഒരു ബുക്ക് സ്റ്റാൾക്കാണ് പോകാനുണ്ടായിരുന്നത്. അവിടെ ബുക്ക് സ്റ്റാൾ എന്നല്ല, അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്റ്റേഷനറി ആയിട്ടുള്ള അങ്ങനെ എനിക്ക് പ്രിന്റ് എടുക്കേണ്ട ഷീറ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു പാക്ക് വാങ്ങാണ്ടായിന്. അങ്ങനെ അത് വാങ്ങി. അപ്പോഴാണ് ഞാൻ ഇതേപോലത്തെ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഓരോ ബോക്സ് കണ്ടത് കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു ഷോപ്പിലേക്കാണ് പോയത്. അവിടെ എന്ന് പറയുമ്പോൾ ഇതേപോലെ ഫ്ലവറുകളായിട്ടും അങ്ങനെ കുറേ ഐറ്റംസുകളുണ്ട്. അങ്ങനെ അവിടുന്ന് അത് വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എനിക്ക് ഷാമ്പും പിന്നെ ഫേസ് വാഷൊക്കെ വാങ്ങാണ്ടായിനി. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ ഒലുക്ക് 2 മഞ്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ഹെഡ്സെറ്റ് വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ചെറിയ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിന് അതിന്. അപ്പോൾ അത് കൊടുത്തിട്ട് വേറെ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ആ ഒരു കമ്പനി അവിടെ ഇല്ല, അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഇനി അത് അവിടെ തന്നെ കൊടുത്തു പോകുന്നത്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ പോയിട്ട് വാങ്ങണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോയിലാട്ടോ പോണത്. അങ്ങനെ അവിടെ നിന്ന് ഒരു പായസം കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ രണ്ടാളും പാടെ കുടിച്ചിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ ഈ ഒരു സാധനങ്ങളൊക്കെ ബാഗിൽ നിന്ന് എടുത്ത് വെക്കാട്ടോ ചെയ്യണത്. ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഒരു 5:30 ആയിട്ടുണ്ടായിനി.
പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു, ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിനി. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാനൊരു ഫ്രെയിമും കുറച്ച് കളർ പേപ്പറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് DIY ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് കൊടുക്കാനുള്ള ചൊളാണ്ടി ചെറുപയർ പൊടി ഇങ്കാട്ടോ നമ്മൾ ഈ മുഖത്തൊക്കെ ഇതാക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബൈ.